ഗസയിൽ 24 മണിക്കൂറിനിടെ 89 പേരെ കൂട്ടക്കൊല ചെയ്ത് ഇസ്രായേൽ. പട്ടിണി കാരണം 5 പേർ മരിച്ചു. പട്ടിണി മൂലം ഇതുവരെ മരിച്ചവരുടെ എണ്ണം 227ആയി. ഹമാസുമായി കരാർ വേണമെന്നാവശ്യപ്പെട്ട് ടെൽ-അവീവിൽ വ്യോമസേനയിലെ റിസർവ് പൈലറ്റുമാരുടെ പ്രതിഷേധം. ഗസയിലെ പട്ടിണി മറികടക്കാൻ വൻതോതിൽ സഹായം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് EU അംഗ രാജ്യങ്ങൾ ഉൾപ്പെടെ 25 രാജ്യങ്ങൾ സംയുക്തമായി രംഗത്തെത്തി. അൽ ജസീറയുടെ 5 മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ ലോകത്താകെ പ്രതിഷേധം ശക്തമാണ്. കൊലപാതകത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് UN ആവശ്യപ്പെട്ടു. ഇസ്രായേലുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്ന് നോർവേ അറിയിച്ചു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, പട്ടിണി മൂലമുള്ള മരണം കൂടിക്കൊണ്ടിരിക്കുന്നു, അതേസമയം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗസയിൽ നിന്നുള്ള അവസാനം ലഭിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? തന്നെ യാതൊരു മാറ്റവുമില്ല. വംശഹത്യ അതിന്റെ എല്ലാ വ്യാപ്തിയിലേക്കും തന്നെ മുന്നോട്ട് നീക്കാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഗസ അതിർത്തിയോട് ചേർന്ന് രൂപപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. ആയിരക്കണക്കിന് റിസർവ് സൈനികരെ കൂടി പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ബന്ദികളുടെ ബന്ധുക്കൾ 10,000 അണിനിരത്തിക്കൊണ്ടാണ് പ്രധാന ഇസ്രായേൽ നഗരങ്ങളിലൊക്കെയും തങ്ങളുടെ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 100 കണക്കിന് വ്യോമസേനയുടെ റിസർവ് പൈലറ്റുമാർ വലിയ തോതിലുള്ള പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ യുദ്ധം ജയിക്കുക എളുപ്പമല്ല. അതുമാത്രമല്ല, വലിയ തോതിലുള്ള മനുഷ്യഹത്യയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങും. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒറ്റപ്പെടൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹമാസുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിലെത്തുകയും 20-ലധികം വരുന്ന ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നാണ് സൈനിക നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഏതായാലും പൈലറ്റുമാരുടെയും സൈനിക നേതൃത്വത്തിന്റെയും ശക്തമായിട്ടുള്ള സമ്മർദ്ദം പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വന്നതോടുകൂടി നെതന്യാഹു കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം അടുത്ത ആഴ്ച തന്നെ ഒരു ഉന്നതതല ഇസ്രായേലി സംഘത്തെ ദോഹയിലേക്ക് അയക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് നൽകിയതായിട്ടാണ് അമേരിക്കൻ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഘം ദോഹയിലെത്തുകയും ഹമാസുമായിട്ട് വീണ്ടും ചർച്ച പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത ആരായുകയും ചെയ്യും. പക്ഷേ നെതന്യാഹു ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇനിയും നടത്തിയിട്ടില്ല. താൻ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്, ആ ലക്ഷ്യങ്ങളൊക്കെയും നേരത്തെ നടപ്പായിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള അവശേഷിച്ച ലക്ഷ്യങ്ങൾ നിറവേറുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഗസ പിടിച്ചടക്കാനുള്ള തന്റെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയുടെയും തീരുമാനം. അതുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അരുങ്കൊല അതിതീവ്രമായ അതിവ്യാപ്തിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. 89ഓളം പേർ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന കണക്കുകൾ. അതിൽ 36 പേരും കൊല്ലപ്പെട്ടത് ഈ ഭക്ഷണം തേടി വരി നിൽക്കുന്നതിനിടയിൽ അവിടേക്ക് വെടി ഉതിർത്തുകൊണ്ടാണ് ഈ മനുഷ്യരെ 36 പേരെ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈനിക നേതൃത്വം കൊന്നൊടുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ക്രൂരത ശക്തമായി തുടരുന്ന ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും മറ്റു ഉപകരണങ്ങളും എത്തിക്കണമെന്ന അന്തർദേശീയ സമൂഹത്തിന്റെ അഭ്യർത്ഥനയും ഇസ്രായേൽ നിരാകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനകത്ത് തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതാ പൈലറ്റുമാർ ഉൾപ്പെടെ ആ രീതിയിൽ ഹമാസുമായിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ കരാറിലേക്ക് എത്തണം എന്നൊക്കെയുള്ള കാര്യത്തിൽ സംസാരം തുടരുന്നുണ്ട്. ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ 5 പേർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ അതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ മുഴുവൻ ആ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ എത്രത്തോളം എതിർപ്പ്, ഇല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിനെതിരെയുള്ള എതിർപ്പ് എത്രത്തോളം കൂടി വരുന്നുണ്ട്? ഇതിൽ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയാണ്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ബന്ദികളുടെ ബന്ധുക്കൾ ആരംഭിച്ച ആ പ്രക്ഷോഭത്തിന് വലിയ തോതിൽ ജനകീയ പിന്തുണ ലഭ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ തന്നെ ഉള്ള ജനാവലിയാണ് ഇന്നത്തെ ടെൽ-അവീവിലും ജെറൂസലമിലും ഹൈഫയിലും ഒക്കെ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ അണിചേരുന്നത്. സൈനിക പൈലറ്റുമാർ പ്രത്യക്ഷമായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ നെതന്യാഹു സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്.
സൈനിക നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം നിലവിലുള്ള അവസ്ഥയിൽ ഇനി യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ തകർച്ചയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഹമാസിനെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കുക എന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പതിനായിരങ്ങളെ ഇനിയും കൊന്നൊടുക്കേണ്ടി വരും. അത് അന്തർദേശീയ സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ, അതിന് കൂടുതൽ ആ ഒറ്റപ്പെടലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂ. അതുകൊണ്ട് ചില പുനഃപരിശോധനകൾ ആവശ്യമാണ്. പറ്റുമെങ്കിൽ ഈ ബന്ദികളുടെ മോചനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കരാറിൽ തന്നെ എത്തിച്ചേരണമെന്ന നിർബന്ധമാണ് ഇസ്രായേലിലെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ദികളുടെ ബന്ധുക്കളും പൊതുസമൂഹവും മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ മുൻ മേധാവികളും നൂറുകണക്കിന് മേധാവികളാണ് കഴിഞ്ഞ ദിവസം ട്രംപിന് പോലും ഇത് സംബന്ധിച്ച കത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്ന പ്രക്ഷോഭം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ 25 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം ഗസയിലെ ഈ പട്ടിണിയും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയും ഇനിയും ഈ വിധത്തിൽ തുടരാൻ ഒരു നിലക്കും ഇസ്രായേലിന് അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്ന 25 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ആയുധങ്ങളും സാമ്പത്തിക പിൻബലവും മറ്റ് നിലക്കുള്ള നയതന്ത്ര പരിരക്ഷയും ഒക്കെ നൽകുന്ന പ്രധാന രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ബെൽജിയം ഉണ്ട്, ഇറ്റലി ഉണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണെന്ന് ഇപ്പോൾ 25 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനെ പിന്നെ ചില രാജ്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നിർത്തിവെക്കാനും അതോടൊപ്പം തന്നെ നിക്ഷേപ രംഗങ്ങളിലുള്ള നേരത്തെയുള്ള നിലപാടുകൾ പുനഃപരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒറ്റപ്പെടലിനെ കൂടുതൽ തീവ്രമാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൈനികമായിട്ടുള്ള മുറവിളികൾക്കിടയിലും ഒരു സാധ്യത വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണെന്ന സൂചന ഇപ്പോൾ ഇസ്രായേൽ നൽകാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് വൻശക്തി രാജ്യങ്ങളുടെയും നിലപാട് മാറ്റം ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടും ഈ ഗസ പൂർണ്ണമായിട്ടും കീഴടക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കത്തിന് പോലും ഒരു തുറന്ന പിന്തുണയും ഐക്യദാർഢ്യവുമാണ് അമേരിക്കൻ നേതൃത്വം ട്രംപിന്റെ ഭരണകൂടം നൽകി വരുന്നത്. അത് മാറ്റി നിർത്തിയാൽ ലോകത്തുടനീളം ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് നിലവിലുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. അൽ ജസീറയുടെ ഏറ്റവും ധീരരായിട്ടുള്ള 5 മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കിയ സംഭവത്തോടുകൂടി അന്തർദേശീയ തലത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് രൂപപ്പെടുന്നത്. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഒരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായി നടക്കേണ്ടതുണ്ടെന്നാണ് UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് 250ഓളം ജേർണലിസ്റ്റുകളാണ് പിന്നിട്ട് 22 മാസങ്ങൾക്കുള്ളിൽ ഗസയുടെ മണ്ണിൽ മരിച്ചു വീണ ഒരു സാഹചര്യം. അതും ഗസയിലെ ഈ ദുരിതപൂർണമായ അവസ്ഥയും അധിനിവേശത്തിന്റെ ക്രൂരമായിട്ടുള്ള അവസ്ഥയും ലോകത്തെ വിളിച്ചറിയിച്ചു എന്നൊരൊറ്റ കാരണത്തിന്റെ പുറത്താണ് ഈ മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായിട്ടും അരുങ്കൊല ചെയ്തിരിക്കുന്ന സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നതും. ധന്യ, അവിടെ ഇപ്പം സൈനികർ തന്നെ ഇപ്പം ഗസയിലുള്ള ഇസ്രായേലി ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. പ്രക്ഷോഭത്തിലേക്ക് നടക്കുന്നു, മനുഷ്യാവകാശ സംഘടനകൾ ഇതിൽ ഇടപെടുന്നു, അവർ ചർച്ച നടത്തുന്നു. അത്തരത്തിൽ പല രീതിയിൽ ഇസ്രായേലിനകത്ത് ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധുക്കളുടെ കാര്യത്തിലൊക്കെ ഇവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ പറയുന്ന പട്ടിണി മരണത്തിൽ അവർ കൂടി ഉൾപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ? അതുപോലും ബോധ്യപ്പെടുത്താതെ ഇല്ലെങ്കിൽ അതുപോലും കാര്യമാക്കാതെ മുന്നോട്ട് പോകാമെന്നത് തന്നെയാണോ? കഴിഞ്ഞ ദിവസവും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനെല്ലാം പിടിച്ചെടുക്കുന്നത് വരെ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതിനപ്പുറത്തേക്ക് ഗസ പിടിച്ചെടുക്കുക എന്നതിലേക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതിലേക്ക് നെതന്യാഹു എത്തുന്നുണ്ട്. ആ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണോ? ഒരു ചർച്ചകളും ഫലം കാണില്ല എന്ന രീതിയിലാണോ നെതന്യാഹുവിന്റെ പ്രതികരണങ്ങൾ? തീർച്ചയായിട്ടും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ ഭാവി അതോടൊപ്പം തന്നെ തന്റെ സർക്കാരിന്റെ നിലനിൽപ്പ് ഈ 2 ലക്ഷ്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പോ അല്ലെങ്കിൽ മറ്റു നിലക്കുള്ള സമ്മർദ്ദ നീക്കങ്ങളോ പ്രക്ഷോഭ പരിപാടികളോ ഒന്നും താൻ വകവെക്കുന്നില്ല. തന്റേതായിട്ടുള്ള നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇന്ന് മറ്റൊരു ഇസ്രായേലി ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങൾ നിറവേറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഗസ പൂർണ്ണമായിട്ടും പിടിച്ചടക്കാൻ നീക്കം. അതിലൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് നെതന്യാഹു അറിയിക്കുന്നത്. പക്ഷെ അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ തലത്തിലുള്ള ഒറ്റപ്പെടൽ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ആഭ്യന്തര തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ സമ്മർദ്ദം. കാരണം 20-ലധികം ജീവനോടെയുള്ള ബന്ദികളുണ്ട്. അവരെ വിട്ടുകിട്ടാനുള്ള ഒരു നീക്കം നടത്തുന്നതിന് പകരം അവരെ കൂടി കൊലക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഈ ഇസ്രായേലിന്റെ ഈ ഗസ പിടിച്ചടക്കൽ നീക്കത്തെ എല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. കാരണം ഈ ബന്ദികളെ കൂടി പാർപ്പിച്ചിരിക്കുന്നതായി ഇസ്രായേൽ കരുതുന്ന പ്രദേശങ്ങൾ
പ്രദേശങ്ങളിലടക്കം വൻതോതിൽ ബോംബിംഗ് നടത്താനും അവിടെ ആക്രമണം വിപുലപ്പെടുത്തിക്കൊണ്ട് ഹമാസിനെ കീഴടക്കുക അല്ലെങ്കിൽ ഹമാസിനെ അമർച്ച ചെയ്യുക എന്നതാണ് പുറമേക്ക് ലക്ഷ്യമായി പറയുന്നതെങ്കിലും ഇത് പ്രത്യക്ഷത്തിൽ ബന്ദികളുടെ ജീവൻ കൂടി അപകടത്തിലാക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ഏറ്റവും പ്രായോഗികമായിട്ട് ചെയ്യാനാകുന്നത് ഹമാസുമായിട്ടുള്ള ഒരു കരാറാണ് എന്ന് ബന്ദികളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഇസ്രായേലിനും ബോധ്യമുണ്ട്. കാരണം പിന്നിട്ട് 22 മാസങ്ങളായിട്ടും ഹമാസിനെ ഏതെങ്കിലും അർത്ഥത്തിൽ അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധത്തെ ഭാഗികമായിട്ടെങ്കിലും നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് സൈനിക നേതൃത്വം ഇപ്പോൾ പോലും എത്തി നിൽക്കുന്നത്. ഗസ സിറ്റിയെ പോലുള്ള ജനസാന്ദ്രത വർദ്ധിച്ച ആ ഒരു പ്രദേശത്തു നിന്ന് ആളുകളെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുക, അവിടെ ആക്രമണം നടത്തുക എന്നതിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു വംശഹത്യ കൂടിയായിരിക്കും. അത്തരമൊരു സാഹചര്യത്തെ എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന മിക്ക രാജ്യങ്ങളും ഒരു വിലയിരുത്തൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതും ചില നിലപാടുകൾ പുനഃപരിശോധിക്കാൻ ഇസ്രായേലി നേതൃത്വത്തെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചേക്കാം. എന്തായാലും വരും ദിവസങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ചിത്രം ലഭ്യമാവുക. പക്ഷേ ജനങ്ങളുടെ സിവിലിയൻ സമൂഹത്തിന്റെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ, അരുങ്കൊല, വംശഹത്യ അത് ശക്തമായി തന്നെ തുടരുമെന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളും തെളിയിക്കുന്നത്. ധന്യ, ഈ പട്ടിണി മരണം അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. UN അതിൽ ഇടപെടുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം അറബ് രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന മീറ്റിങ്ങിലൊക്കെ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അതിനപ്പുറത്തേക്ക് അവരെത്തിക്കുന്ന സഹായങ്ങൾ എവിടേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളതിൽ വലിയ അനിശ്ചിതത്വം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പട്ടിണിയിൽ നിന്ന് അത് മാറ്റാൻ സാധിക്കും? ഇപ്പം ട്രംപിന്റെ ഇടപെടൽ ഉൾപ്പെടെ ആ രീതിയിലായിരുന്നു. പട്ടിണി എന്നുള്ള വിഷയത്തിൽ അവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് നെതന്യാഹുവിന്റെ കാര്യത്തിൽ നിന്ന്. അപ്പം ആ രീതിയിൽ എന്തെങ്കിലും സമ്മർദ്ദത്തിലൂടെ അത് ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തന്നെ ഇതിലിപ്പോ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക പോലും കൂടിയാലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഗസയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ട് പുറന്തള്ളുക, ഗസ പൂർണ്ണമായിട്ട് പിടിച്ചടക്കുക എന്നതിന്റെ അർത്ഥം ഈ ഗസ സിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഗസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ആളുകളെ റഫ ഉൾപ്പെടെയുള്ള ഈ തെക്കൻ ഭാഗത്തേക്ക് കൊണ്ടുവരികയും അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാധാനമായിട്ടുള്ള വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ക്യാമ്പിലേക്ക് ഇവരെ കൊണ്ടുവരികയും അങ്ങനെ പൂർണ്ണമായിട്ട് മറ്റ് പ്രദേശങ്ങളിലെ സൈനികമായിട്ട് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. അത്തരമൊരു സാഹചര്യം മുന്നിൽ കാണുന്നത് കൊണ്ടായിരിക്കണം അന്തർദേശീയ സമൂഹം ഇത്ര ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ ഗസയിലേക്ക് റഫ മുഖേന കൂടുതൽ വാഹനങ്ങൾ കടത്തിവിടാനോ അതല്ലെങ്കിൽ ഗസയിലെ ഈ ഭക്ഷ്യവിതരണ ശൃംഖല അത് വിപുലപ്പെടുത്താനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ അമേരിക്കയുടെ മൗനസമ്മതം ഇക്കാര്യത്തിൽ നെതന്യാഹുവിന് ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ദിനംപ്രതി ഏറ്റവും ചുരുങ്ങിയത് 600 ട്രക്കുകളെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ ഈ പട്ടിണി എന്ന ഒരു വലിയ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ അതിൽ നിന്ന് ഈ ജനങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു നീക്കവും ഇപ്പൊ 40-50 ട്രക്കുകൾ മാത്രമാണ്, അതും വളരെ പരിമിതമായ ഭക്ഷ്യവിഭവങ്ങൾ ഉൾപ്പെടെ കയറ്റിവിടുന്നത്. ഇന്ധനം ഗസയിലേക്ക് ഇപ്പോൾ പോലും കടത്തിവിടാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ്. കുടിവെള്ളമില്ല, അതോടൊപ്പം തന്നെ മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും പൂർണ്ണമായിട്ട് തീർന്നിരിക്കുന്ന അവസ്ഥയിൽ ആശുപത്രികളുടെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു സ്ഥിതിയിലാണ്. സിവിൽ ഡിഫൻസ് വിഭാഗത്തിന് ഈ ആക്രമണം നടക്കുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്താൻ പോലും സാധിക്കുന്നില്ല. പിന്നിട്ട 6 മാസത്തിനുള്ളിൽ 2500 പേരാണ് തങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് അവർക്കൊരു പരിചരണം പോലും നൽകാതെ മരണപ്പെട്ടതെന്നാണ് സിവിൽ ഡിഫൻസ് വിഭാഗം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വംശഹത്യ എന്നത് അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ആളുകളെ പൂർണ്ണമായിട്ട് പുറന്തള്ളുക, ഗസയെ തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സൈനിക അധിനിവേശത്തിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ഭക്ഷ്യവിതരണത്തിലും മറ്റ് സഹായം എത്തിക്കാനുമൊക്കെ അനുകൂല രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഇസ്രായേൽ ഇപ്പോൾ പോലും വഴങ്ങാതിരിക്കുന്നത്. ഇതിൽ അമേരിക്ക വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതിൽ തുടരുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഈ മരണക്കെണി ആയിട്ടുള്ള ഈ ഒരു സംവിധാനം, ആ സംവിധാനം കൂടുതൽ ആവൽക്കരമായിട്ട് മുന്നോട്ട് പോകും. കൂടുതൽ പേർക്ക് ഭക്ഷ്യവിഭവങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടാവുകയില്ല. അത് 10,000ങ്ങളുടെ മരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക എന്നതാണ് ഇന്നും UN നേതൃത്വം അവസാനമായിട്ടും ലോകരാജ്യങ്ങൾക്കും അന്തർദേശീയ സമൂഹത്തിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. ധന്യ. ശരി MC. പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയയും ന്യൂസിലൻഡും എടുത്ത തീരുമാനത്തെ കുവൈറ്റ് സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി പ്രമേയങ്ങൾക്കും അറബ് സമാധാന സംരംഭത്തിനുമുള്ള പിന്തുണയാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം പ്രതിഫലിപ്പിക്കുന്നത്. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രവും സ്വയം നിർണയ അവകാശവും
നേടുന്നത് ഇത്തരം നിലപാടുകൾ സഹായകരമാവുമെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങളും സമാനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സന്ദർശകരെ ആകർഷിക്കുന്നതിനായി 4 തരം ടൂറിസ്റ്റ് വിസകൾ പ്രഖ്യാപിച്ചു കുവൈറ്റ്. യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിസയുടെ കാലാവധി 30 മുതൽ 360 ദിവസം വരെയായിരിക്കും. ശക്തമായ പാസ്പോർട്ടും മികച്ച സാമ്പത്തിക ശേഷിയുമുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിവിധ തരം വിസ ഓപ്ഷനുകൾ ലഭ്യമാകും. ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും പ്രൊഫഷണൽ യോഗ്യതയുള്ള പ്രവാസികൾക്കും കൂടാതെ അമേരിക്ക, UK, ഷെൻഗൻ വിസയോ ഗൾഫ് രാജ്യങ്ങളിലെ റെസിഡൻസ് പെർമിറ്റുകളോ ഉള്ളവർക്കും വിസയ്ക്ക് അർഹതയുണ്ടാകും. റെസിഡൻസി വിഭാഗം സന്ദർശിക്കാതെ തന്നെ അപേക്ഷകർക്ക് ഓൺലൈൻ വഴി വിസ നേടാൻ കഴിയും. സാമ്പത്തിക ഭദ്രതയുടെ തെളിവുകളും ആവശ്യമായ രേഖകളും സമർപ്പിക്കാൻ കഴിയുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്കായുള്ള വിസയും ഉടൻ ആരംഭിക്കും. കുവൈത്തിൽ നടക്കുന്ന പ്രത്യേക പരിപാടികളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന സന്ദർശകർക്ക് പരിപാടിയുടെ സ്വഭാവം അനുസരിച്ച് വിസ അനുവദിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ തൊഴിൽ വിസ സ്റ്റാമ്പിങ്ങിനായി ഭൂരിഭാഗം പ്രൊഫഷണലുകൾക്കും പരീക്ഷ നിർബന്ധമാക്കി. ലേബർ, ലോഡിംഗ്, അൺലോഡിംഗ് തുടങ്ങിയ വിസകൾക്കും പുതിയ നിയമം ബാധകമാകും. ഈ വിസകൾക്ക് കേരളത്തിലുള്ളവരും ഇനി ചെന്നൈയിലേക്ക് പോകേണ്ടി വരും. സെന്ററുകൾ കേരളത്തിൽ ലഭിക്കാൻ MP-മാരും കേന്ദ്ര സർക്കാരും ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. സൗദിയിൽ തൊഴിൽ വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ടാണ് നിയമമാറ്റം. ഇതുപ്രകാരം ഭൂരിഭാഗം പ്രൊഫഷനുകൾക്കും പരീക്ഷ നിർബന്ധമാക്കി. ലേബർ, ലോഡിംഗ്, അൺലോഡിംഗ് തുടങ്ങി ഇതുവരെ പരീക്ഷകളില്ലാത്ത പ്രൊഫഷനുകൾക്കും ഇനി മുതൽ പ്രത്യേക ടെസ്റ്റുകൾ നിർബന്ധമാണ്. വിരലിലെണ്ണാവുന്ന പ്രൊഫഷനുകൾക്ക് മാത്രമാണ് നിലവിൽ പരീക്ഷയില്ലാത്തത്. സൗദി മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. തൊഴിൽ മേഖലയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. നിലവിൽ വിവിധ പ്രൊഫഷനുകൾക്കായി കേരളത്തിലടക്കം വിവിധ സ്ഥാപനങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളും ട്രെയിനിംഗ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ തുടങ്ങിയ ജോലികൾക്കുള്ള പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നേരത്തെ കേരളത്തിലുണ്ടായിരുന്നത്. നിലവിൽ കൺസ്ട്രക്ഷൻ, വർക്ക്ഷോപ്പ്, ഫുഡ് സെർവർ, തട്ടാൻ, ഷെഫ്, പൈപ്പ് ഇൻസ്റ്റാളർ തുടങ്ങി 22 പ്രൊഫഷനുകൾക്ക് കേരളത്തിൽ പരീക്ഷയ്ക്കിരിക്കാം. ലേബർ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തുടങ്ങിയ വിസകൾക്ക് നിലവിൽ ചെന്നൈയിലാണ് സെന്റർ ഉള്ളത്. ഏതാനും പ്രൊഫഷനുകൾക്ക് മുംബൈ, ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലും സെന്ററുണ്ട്. ഏജൻസികൾ വഴിയാണ് നിലവിൽ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നത്. പരീക്ഷ വിജയിച്ചതിന് ശേഷം VFS വഴി ബയോമെട്രിക് പൂർത്തിയാക്കി വിസ സ്റ്റാമ്പ് ചെയ്യാം. വിജയിച്ചവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകും. കൂടുതൽ പ്രവാസികളുള്ള കേരളത്തിൽ സെന്ററുകൾ ലഭിക്കാൻ MP-മാരും കേന്ദ്രവും ഇടപെടണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ 544 മരുന്നുകളുടെ വില കുറച്ചു. ക്യാൻസർ ചികിത്സ, ആന്റിബയോട്ടിക്കുകൾ, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗികളുടെ മരുന്നുകൾക്കാണ് വില കുറച്ചത്. ആരോഗ്യ സംരക്ഷണ ചെലവ് കുറയ്ക്കുന്നതിനുള്ള മന്ത്രിതല ഉത്തരവിനെ തുടർന്നാണ് നടപടി. പ്രമേഹം നിയന്ത്രിക്കുന്നതിനുള്ള കുത്തിവയ്പ്പിന്റെ വില 30%, ശരീരഭാരം കുറയ്ക്കുന്നതിനായുള്ള വില 20.8% കുറഞ്ഞു. മരുന്നുകളിൽ 144 എണ്ണം ഗൾഫ് മേഖലയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആവശ്യമായ മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നതിനായി വിപണി നിരീക്ഷണം തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ കഴിഞ്ഞ വർഷത്തെ നികുതി റിട്ടേൺ ഈ മാസം 31-നകം സമർപ്പിക്കണമെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി. ഇലക്ട്രോണിക് ടാക്സ് ഫോം വഴിയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. സമയപരിധി കഴിഞ്ഞാൽ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖത്തറിനകത്ത് കമേഴ്സ്യൽ രജിസ്റ്ററോ വ്യാപാര ലൈസൻസോ ഉള്ള എല്ലാ കമ്പനികളും സ്ഥാപനങ്ങളും നിശ്ചിത സമയത്തിനകം നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കമ്പനികൾ പൂർണ്ണമായി ഖത്തറികളുടെയോ GCC പൗരന്മാരുടെയോ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, വിദേശ പങ്കാളിത്തമുള്ള കമ്പനികൾ എന്നിവയ്ക്കും തീരുമാനം ബാധകമാണ്. 2018 ആദായ നികുതി നിയമത്തിലെ വിവിധ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് തീരുമാനം നടപ്പാക്കുന്നതെന്ന് ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി. ധരീബ ടാക്സ് പോർട്ടൽ വഴിയാണ് ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടത്. സമയപരിധിക്കകം റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് നേരത്തെ പ്രഖ്യാപിച്ച 100% സാമ്പത്തിക പിഴയിളവ് നൽകുമെന്നും അധികൃതർ ആവർത്തിച്ചു. നിബന്ധനകൾക്ക് വിധേയമായി ഏതെങ്കിലും തരത്തിലുള്ള അധിക സാമ്പത്തിക ഭാരങ്ങളില്ലാതെ തങ്ങളുടെ ടാക്സ് സ്റ്റാറ്റസ് തീർക്കാനുള്ള അവസരമാണ് ഇതെന്നും അതോറിറ്റി ഓർമ്മിപ്പിച്ചു. ധരീബ പോർട്ടൽ വഴി ഇതിനായി പ്രത്യേക ഇളവ് അപേക്ഷ സമർപ്പിക്കണം. ആവശ്യമായ രേഖകളും നൽകണം. ഇളവ് പ്രഖ്യാപിച്ച ശേഷം 4000 നികുതിദായകരാണ് ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയത്. 90 കോടി ഖത്തർ റിയാലിന് മുകളിൽ ഇളവ് നൽകുകയും ചെയ്തു. നികുതി സ്വമേധയാ അടക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും നികുതി സംവിധാനം കൂടുതൽ സുഗമമാക്കുന്നതിനുമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്. മീഡിയ 1, ദോഹ. ഖനന മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ശക്തികളിലൊന്നായി സൗദി അറേബ്യ. ആഗോള ഖനന നിക്ഷേപ സൂചികയിൽ സൗദിയുടെ സ്ഥാനം 104-ൽ നിന്ന് 23-ലേക്ക് കുതിച്ചുയർന്നു. ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക മൈനിംഗ് സർവേ റിപ്പോർട്ടിലാണ് സൗദിയുടെ നേട്ടം.
ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പ്രധാന ഖനന മേഖലകളെ മറികടന്നാണ് സൗദിയുടെ നേട്ടം. ഖനന മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ശക്തികളിലൊന്നായി ഇതോടെ സൗദി അറേബ്യ മാറി. ഖനന നിക്ഷേപ ആകർഷണ സൂചികയിൽ 2013 104 സ്ഥാനത്തുണ്ടായിരുന്ന സൗദി 2024 23 സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നാണ് നേട്ടം കരസ്ഥമാക്കിയത്. ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൈനിങ് കമ്പനികളുടെ വാർഷിക സർവേ റിപ്പോർട്ടിലാണ് സൗദിയുടെ മികച്ച നേട്ടം അടയാളപ്പെടുത്തിയത്. വിഷൻ 2030 പദ്ധതി പ്രകാരം ഖനന ധാതുമേഖലകളിൽ ഉടനീളം നടക്കുന്ന ഘടനാപരമായ പരിവർത്തനത്തെയും സമഗ്രമായ ശ്രമങ്ങളെയും നേട്ടം പ്രതിഫലിപ്പിക്കുന്നതായി സൗദി ഖനന വ്യവസായ ധാതുവിഭവശേഷി സഹമന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ മുദൈഫർ പറഞ്ഞു. റിപ്പോർട്ട് പ്രകാരം പോളിസി പെർസ്പെക്ഷൻ സൂചികയിലും സൗദി അറേബ്യക്ക് ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. 2013 ആഗോളതലത്തിൽ 82 സ്ഥാനത്തായിരുന്ന സൗദി 2024 20 സ്ഥാനത്തേക്ക് ഉയർന്നു. റിപ്പോർട്ട് പ്രകാരം 10 വർഷത്തിനിടെ രാജ്യം അസാധാരണമായ പുരോഗതിയാണ് ഈ മേഖലയിൽ കൈവരിച്ചത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിലും ഹൈറേഞ്ചുകളിൽ ശക്തമായ മഴ ലഭിച്ചു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അൽബഹ പ്രദേശത്തായിരുന്നു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. സൗദിയിൽ ചൂട് കനക്കുകയാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. കടുത്ത ചൂടിനിടയിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ എത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മക്ക, മദീന, അസീർ, തബൂക്ക്, ജീസാൻ, അൽബഹ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ദിവസങ്ങളായി അൽബഹയിലടക്കം കനത്ത മഴ തുടരുകയാണ്. ജീസാനിലെ ഹൈറേഞ്ച് മേഖലകൾ അസീർ, അൽബഹ, മദീന, തബൂക്ക്, അൽ ജൌഫ്, വടക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. വാഹനയാത്രക്കാർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. റിയാദിൽ നിലവിൽ 44 ഡിഗ്രിയാണ് താപനില. ചൂട് ഈ ആഴ്ച മുഴുവൻ ഇതേ നിലയിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ജിദ്ദയിൽ 39 ഡിഗ്രിയും ദമാമിൽ 45 ഡിഗ്രിയുമാണ് ചൂട്. ജനങ്ങൾ ധാരാളം വെള്ളം കുടിക്കണമെന്നും ഉച്ചസമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കരുതുമെന്നാണ് മുന്നറിയിപ്പ്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. പൊതുസ്ഥലം വൃത്തികേടാക്കുന്നവരെ പിടികൂടാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി ദുബായ് മുനിസിപ്പാലിറ്റി. പൊതുസ്ഥലത്ത് തുപ്പുകയോ മാലിന്യം വലിച്ചെറിയുകയോ ചെയ്യുന്നവർക്ക് തത്സമയം പിഴ നൽകുന്ന സംവിധാനമാണിത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിലൊന്നാണ് ദുബായ്. ആ പെരുമയ്ക്ക് കോട്ടം തട്ടാതിരിക്കാനാണ് ദുബായ് നഗരസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി ഇൽത്തിസാം എന്ന പേരിൽ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ജുഡീഷ്യൽ അധികാരമുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ മൊബൈൽ ആപ്ലിക്കേഷനുമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുക. മാലിന്യം വലിച്ചെറിയുക, അനുവാദമില്ലാത്ത സ്ഥലത്ത് ബാർബിക്യൂ പാകം ചെയ്യുക, അനധികൃത പരസ്യങ്ങൾ പതിക്കുക, അനുവാദമില്ലാത്ത സ്ഥലത്ത് നിർത്തി കാർ കഴുകുക, വളർത്തുമൃഗങ്ങളുടെ വിസർജ്യങ്ങൾ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റാതിരിക്കുക തുടങ്ങി 8 തരം നിയമലംഘനങ്ങൾ നടത്തിയാൽ ഉടൻ പിഴ ലഭിച്ചതിന്റെ SMS സന്ദേശവും മൊബൈലിലെത്തും. വാഹനമോ തിരിച്ചറിയൽ രേഖകളോ ഫോട്ടോ എടുത്ത് നിയമലംഘകരെ തിരിച്ചറിയാനും അവരുടെ പേരിൽ പിഴയിടാനുമുള്ള സംവിധാനം ഇൽത്തിസാം ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ദുബൈയിൽ പൊതുസ്ഥലത്ത് പാലിക്കേണ്ട നിയമങ്ങൾ അറിയാതെ ലംഘിച്ചാൽ പോലും വിവരമറിയുമെന്ന കാര്യം ഉറപ്പാണ്. മീഡിയ 1, ദുബായ്. കുവൈത്തിൽ നിലവിൽ വന്ന പുതിയ ഗതാഗത നിയമം വിജയമെന്ന് വിലയിരുത്തൽ. നിയമങ്ങളും പിഴകളും കർശനമാക്കിയതോടെ റോഡ് അപകടങ്ങളും മരണങ്ങളും നിയമലംഘനങ്ങളും കുറഞ്ഞതായി അധികൃതർ അറിയിച്ചു. മുൻ വർഷത്തേതിൽ നിന്ന് 16% കുറവ് രേഖപ്പെടുത്തിയത്. വാഹനാപകടങ്ങൾ മൂലമുണ്ടാവുന്ന മരണങ്ങളുടെ എണ്ണത്തിൽ 34% കുറവുണ്ടായത്. അബുദാബിയിൽ 28 വർഷം ജോലിയെടുത്ത കമ്പനി ആനുകൂല്യം നൽകാതെ പിരിച്ചുവിട്ട കേസിൽ മലയാളി എഞ്ചിനീയർക്ക് 3.25 ലക്ഷം ദിർഹം അനുവദിച്ച് കോടതി വിധി. അബുദാബി ലേബർ കോടതിയാണ് പെരിന്തൽമണ്ണ സ്വദേശിക്ക് 75 ലക്ഷത്തിലേറെ രൂപയോളം വരുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ ഉത്തരവിട്ടത്. അബുദാബിയിലെ പ്രശസ്തമായ നിർമ്മാണ കമ്പനിയിൽ 1997 മുതൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ഫിറോസ് ചിറക്കൽ. മാസങ്ങളോളം ശമ്പളം മുടങ്ങിയപ്പോൾ ഫിറോസ് കമ്പനിയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാനേജ്മെന്റ് രാജി സ്വീകരിച്ചില്ല. ശമ്പളം പിന്നെയും മുടങ്ങിയതോടെ ഇദ്ദേഹം തൊഴിൽ മന്ത്രാലയത്തിൽ പരാതി നൽകി. ഇതിന് പ്രതികാരമായി ശമ്പള കുടിശ്ശികയും 27 വർഷത്തെ ഗ്രാറ്റുവിറ്റിയും നൽകാതെ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. നമ്മുടെ ഒരു പാരൻറ്റ് കമ്പനി എന്ന പോലെ നമ്മുടെ ഒരു ഫാമിലി പോലെ കാണുന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷേ നല്ല അലവൻസും നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ നമുക്ക് ഈ റെമ്യൂണറേഷൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്യും എന്ന് പറയുന്ന സമയത്ത് അവർ പറയും ഓക്കെ ഹോൾഡ് ചെയ്യൂ, വേറെ അലവൻസ് തരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്
പക്ഷേ ഒരു സമയമായപ്പോൾ പിന്നെ അവർക്ക് ഒന്നും തരുന്നില്ല. സാലറി പെൻഡിങ്, 8-9 മാസത്തെ സാലറി പെൻഡിങ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മിനിസ്ട്രിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു, മൊഹറയിൽ കംപ്ലയിൻറ്റ് ചെയ്തു. കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ കമ്പനിയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരാൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കിട്ടിയ ഉടനെ കമ്പനി ടെർമിനേഷൻ നോട്ടീസ് തന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ പിന്നെ കേസുമായിട്ട് പോവല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ കേസിന് പോയി. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഫിറോസിന് നാട്ടിലേക്കുള്ള യാത്രാ ചെലവ് ഉൾപ്പെടെ 3,20,167 ദിർഹം കമ്പനി അനുവദിച്ച് നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. ഓവർ ടൈം ഉൾപ്പെടെ ജോലിയെടുത്തതിൻ്റെ രേഖകൾ ഫിറോസ് കൃത്യമായി സൂക്ഷിച്ചത് കേസിൽ ഗുണകരമായി. അനുകൂല വിധി ലഭിച്ചെങ്കിലും കൂടുതൽ ആനുകൂല്യം ആവശ്യപ്പെട്ട് അപ്പീൽ നൽകാനാണ് തീരുമാനമെന്ന് കേസിൽ നിയമസഹായം നൽകുന്ന അബുദാബി ഹമദ് ബിൻ ജർവാൻ അഡ്വക്കേറ്റ്സിലെ മലയാളി അഭിഭാഷകരായ അഡ്വക്കേറ്റ് മിഹ്ജർ അഹമ്മദും അഡ്വക്കേറ്റ് സഹദുദ്ദീൻ മൂപ്പനും പറഞ്ഞു. പല കേസുകളിലും ഡോക്യുമെൻസിൻ്റെ ഒരു അഭാവം മൂലം നമുക്ക് കിട്ടേണ്ട വളരെ അനുകൂലമായിട്ട് നമുക്ക് ലഭിക്കേണ്ട നീതികൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുടെ കാര്യത്തിൽ ഓവർ ടൈം എടുത്ത കാര്യത്തിലാണെങ്കിലും, പിന്നെ മൂപ്പര് വർക്ക് ചെയ്ത കാര്യത്തിലാണെങ്കിലും, പിന്നെ മൂപ്പരെ ലോഗിൻസ് എല്ലാം വളരെ പ്രോപ്പറായിരുന്നു. മാത്രമല്ല മൂപ്പര് നമുക്ക് വേണ്ടതൊക്കെ വേണ്ടിയിരുന്ന സമയത്തേക്ക് മൂപ്പര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനൊരു മാക്സിമം അനുകൂലമായ രീതിയിൽ, ഫുള്ളായിട്ട് പറയുന്നില്ല, നമ്മൾ വീണ്ടും ഒരു അപ്പീൽ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൂപ്പര് ഇനിയും ഡിസർവ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ സൈഡ്. UAE തൊഴിൽ നിയമങ്ങൾ പ്രവാസി ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നവയാണെന്നും നീതി നിഷേധിക്കപ്പെട്ടാൽ തൊഴിൽ വകുപ്പ് അധികൃതരെയും കോടതിയെയും സമീപിക്കാൻ മടിക്കരുതെന്നും ഇമറാത്തി നിയമവിദഗ്ധൻ ഹമദ് ബിൻ ജർവാൻ അൽ ഷംസി മീഡിയ വണ്ണോട് പറഞ്ഞു. Labor's actually, if you see the rules now and the legal procedure, it's very helpful for the worker especially, and let's say they have the top of role to save them and their service and their rights. പതിറ്റാണ്ടുകൾ ഗൾഫിൽ വിയർപ്പൊഴുക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രവാസികൾക്ക് പ്രതീക്ഷയാകുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിയമപോരാട്ടത്തിന് തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് തനിക്ക് ലഭിച്ച കോടതി വിധിയെന്ന് ഫിറോസ് ചിറക്കൽ പറഞ്ഞു. അബുദാബിയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ വൺ. ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈവശം വയ്ക്കുകയും മയക്കുമരുന്ന് ഇടപാടിൽ ഏർപ്പെടുകയും ചെയ്ത 3 പേർ കുവൈറ്റിൽ പിടിയിലായി. അനധികൃത താമസക്കാരാണ് പിടിയിലായത്. സാൽമിയയിലെ പ്രതികളുടെ ഒളിത്താവളത്തിൽ നിന്ന് 4 കിലോ ആഷിഷ്, 100 ഗ്രാം മരിജുവാന, 25,000 സൈക്കോട്രോപിക് ഗുളികകൾ, 2 റൈഫിളുകൾ, 6 പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ എന്നിവ പിടിച്ചെടുത്തു. ക്രിമിനൽ സുരക്ഷാ വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത്. 35 ടൺ അനധികൃത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് ദുബായ് കസ്റ്റംസ്. വ്യാജ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും സിഗരറ്റുകളും ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. 3 മാസത്തെ വിപുലമായ പരിശോധനയിലാണ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ദുബൈയിലെ എയർ കാർഗോ സെന്ററുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് അനധികൃത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. നികുതി വെട്ടിച്ചും വ്യാജമായി നിർമ്മിച്ചതുമായ ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തവയിൽ ഏറിയ പങ്കും. 12 ദശലക്ഷം കള്ളക്കടത്ത് സിഗരറ്റുകൾ, 6.7 ദശലക്ഷം വ്യാജ സിഗരറ്റുകൾ, 37,000-ലധികം അനധികൃത കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ, 10,000-ലധികം ആഗോള ബ്രാൻഡുകളുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പരിശോധനയിൽ കണ്ടെത്തിയ നിലവാരമില്ലാത്ത കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കുൾപ്പെടെ കാരണമായേക്കാവുന്നതാണ്. UAE-യിൽ ഈ വർഷം ആദ്യ പകുതിയിൽ മാത്രം പിടിച്ചെടുത്തത് 17.6 ദശലക്ഷത്തിലധികം അനധികൃത ഉൽപ്പന്നങ്ങളാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും പൊതുജനാരോഗ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ശക്തമായ പരിശോധനകൾ വരും ദിവസങ്ങളിലും നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ വൺ, ദുബായ്. കുവൈത്തിൽ നബിദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 4-ന് പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. വെള്ളി, ശനി ദിവസങ്ങൾ വാരാന്ത്യ അവധിയായതിനാൽ ഞായറാഴ്ചയായിരിക്കും ഔദ്യോഗിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക. ഇതോടെ 3 ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കും. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഹിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച നടന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു. നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ 130 പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം രാജ്യത്ത് നിന്ന് നാടുകടത്തി. 1076 പരിശോധനകളാണ് രാജ്യത്ത് നടന്നത്. തൊഴിൽ കോൺട്രാക്ട് കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടങ്ങാനാകാതെ യമനിൽ കുടുങ്ങിയ മലയാളി കുടുംബത്തെ നാട്ടിലെത്തിച്ച് KMCC. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 8-അംഗ സംഘത്തെയാണ് ഒമാൻ വഴി നാട്ടിലെത്തിച്ചത്. മസ്കറ്റ്, സൗദി അറേബ്യ, KMCCയുടെ സംയുക്ത പരിശ്രമത്തിലൂടെയാണ് ഇത് സാധ്യമായത്.
തെക്കൻ യമനിലെ ഏദനിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇടുക്കി സ്വദേശിനിയായ അഞ്ജനയും കുഞ്ഞുമാണ് തൊഴിൽ കോൺട്രാക്ട് അവസാനിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ യമനിൽ കുടുങ്ങിയത്. പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതാണ് വിനയായത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 19 ജനിച്ച മകന് പാസ്പോർട്ട് എടുക്കാനും സാധിച്ചിരുന്നില്ല. ഇതോടെ കുടുംബത്തിനാകെ നാട്ടിലേക്ക് പോകാനാവാത്ത നില വന്നു. നിലവിൽ യമനിൽ ഇന്ത്യൻ എംബസി സൗകര്യം ഇല്ലാത്തതായിരുന്നു ദുരിതത്തിന്റെ പ്രധാന കാരണം. എമർജൻസി പാസ്പോർട്ട് നേടുന്നതിന് കുടുംബം ഏറെ ശ്രമം നടത്തി. ഒമാനിലെ റൂബി KMCC, സൗദിയിലെ റിയാദ് KMCC എന്നിവയുടെ സംയുക്ത ശ്രമഫലമായി സൗദി അറേബ്യയിലെ റിയാദ് ഇന്ത്യൻ എംബസിയാണ് ഇവർക്ക് എമർജൻസി പാസ്പോർട്ട് നൽകിയത്. ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടലും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സഹായിച്ചു. അങ്ങനെ ഈ 3 പേരോടെ ഞങ്ങൾ കൊണ്ട് എയർപോർട്ടിൽ കയറ്റി വിടാനെ കൊണ്ട് ചെന്ന് എന്നിട്ട് അവരെ എമിഗ്രേഷനിൽ നിന്ന് കയറ്റി വിട്ടില്ല. അവർ പറഞ്ഞ് ഈ ഒരു ഡീറ്റെയിൽസും കൊണ്ട് പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെ ഒരു കാരണവശാലും അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒമാനിലെത്തിയ സംഘത്തെ KMCC ഓഫീസിൽ സ്വീകരിച്ചു. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഇന്ന് മസ്കത്ത് വിമാനത്താവളത്തിൽ നിന്നും സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. മീഡിയ 1, മസ്കത്ത്. കൈനിറയെ സമ്മാനത്തുകയുമായി ഫോട്ടോഗ്രാഫി മത്സരം പ്രഖ്യാപിച്ച് ഖത്തർ സാംസ്കാരിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഖത്തർ ഫോട്ടോഗ്രാഫി സെന്ററാണ് മത്സരത്തിന് ചുക്കാൻ പിടിക്കുന്നത്. 20 ലക്ഷം ഖത്തർ റിയാലാണ് വിജയികൾക്കുള്ള ആകെ സമ്മാനത്തുക. പ്രഥമ ദോഹ ഫോട്ടോഗ്രഫി അവാർഡിനാണ് ഖത്തർ ഫോട്ടോഗ്രഫി സെന്റർ എൻട്രികൾ ക്ഷണിച്ചത്. വിജയികൾക്കായി പ്രഖ്യാപിച്ചത് ആകെ 4.81 കോടി ഇന്ത്യൻ രൂപ. ഖത്തറിനകത്തും പുറത്തുമുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് പ്രായമോ പരിചയമോ പരിഗണിക്കാതെ മത്സരത്തിൽ പങ്കെടുക്കാം. രാജ്യത്തിന്റെ ലാൻഡ്മാർക്കുകളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഖത്തർ കാറ്റഗറി, ജനറൽ കളേഴ്സ് കാറ്റഗറി, ജനറൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റഗറി, പ്രത്യേക തീം ഇമോഷൻസ് കാറ്റഗറി, ഫോട്ടോ സീരീസ്, സ്റ്റോറി ടെല്ലിംഗ് കാറ്റഗറി, 18 വയസ്സിന് താഴെയുള്ള ഖത്തറി ഫോട്ടോഗ്രാഫർമാർക്കായി പ്രത്യേക തീം കാറ്റഗറി എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരം. ഒക്ടോബർ 2 വരെ എൻട്രികൾ സ്വീകരിക്കും. ഖത്തർ കാറ്റഗറിയിലെ 1ാം സ്ഥാനത്തിന് 3 ലക്ഷം ഖത്തർ റിയാൽ അഥവാ 72 ലക്ഷം രൂപയാണ് സമ്മാനം. മറ്റു വിഭാഗങ്ങളിലെ 1ാം സ്ഥാനത്തുള്ള സമ്മാനം 1.5 ലക്ഷം റിയാൽ അഥവാ 36 ലക്ഷം രൂപ. 2ാം സ്ഥാനത്തിന് 1 ലക്ഷം റിയാൽ അഥവാ 24 ലക്ഷം രൂപ. 75,000 റിയാൽ അഥവാ 18 ലക്ഷം രൂപയാണ് 3ാം സ്ഥാനത്തിലുള്ള സമ്മാനം. എല്ലാ ചിത്രങ്ങളും പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിച്ച് എടുത്തതായിരിക്കണം. AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രാദേശിക അന്തർദേശീയ ഫോട്ടോഗ്രാഫർമാർക്ക് അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും ഖത്തറിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാനുമുള്ള അവസരം നൽകുന്നതാണ് അവാർഡെന്ന് ഫോട്ടോഗ്രാഫി സെന്റർ ഡയറക്ടർ ജാസിം അഹമ്മദ് അൽ ബുഐനൻ പറഞ്ഞു. മീഡിയ 1, ദോഹ. ഗരീബ് ആസ്വദിക്കാനായി സലാലയിലെത്തുന്നവർ നിർബന്ധമായും പോകുന്ന സ്ഥലമാണ് വാദി ഹന്ന. ഇടതൂർന്ന മലഞ്ചെരുവിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പ്രകൃതിദത്ത സ്വിമ്മിംഗ് പൂൾ. വാദി ഹന്നയ്ക്ക് സമീപത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബയോബാബ് മരങ്ങളെ കാണാം. കുറച്ചുകൂടി യാത്ര ചെയ്താൽ ഗ്രാവിറ്റി പോയിന്റിന്റെ മാജിക്കും ആസ്വദിക്കാം. കുത്തനെയുള്ള ഇറക്കമിറങ്ങിച്ചെന്നാൽ കാത്തിരിക്കുന്നത് ഒരു പൂളാണ്. മലഞ്ചെരുവിൽ പ്രകൃതി ഉണ്ടാക്കിയെടുത്ത മനോഹരമായ ഒരു പൂൾ. സലാലയിൽ നിന്നവർ മിസ്സാക്കാത്ത ഇടമാണ് വാദി ഹന്ന. സലാലയിൽ നിന്ന് 72 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മർബാത്ത് റോഡിലാണ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഈ അത്ഭുതമുള്ളത്. മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളത്താൽ രൂപപ്പെട്ട കുളത്തിന് തടയണ കെട്ടി ഭംഗിയാക്കിയിട്ടുണ്ട്. ആഴമുള്ളതും ആഴം കുറഞ്ഞതുമായ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. സലാലയിൽ എത്തുന്നവർ ചാടിക്കുളിക്കാനെത്തുന്ന ഇടം കൂടിയാണ് വാദി ഹന്ന. ദുബായിൽ വന്നാണ്, വന്നതിന് നഷ്ടമായിട്ടില്ല. സംഭവം 10,200 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നാണെങ്കിലും പൊളി. മഴ കുറച്ച് കുറവുണ്ട്. മിക്കവാറും മഴ പെയ്യായിരിക്കും. ഞങ്ങൾ നല്ല മനുഷ്യന്മാർ തന്നെ മഴ പെയ്യേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും മഴ പെയ്യുന്ന വിശ്വാസത്തിലാണ്. ഞങ്ങള് 10 വർഷത്തോളമായിട്ട് ഇവിടെ സലാലയിൽ തന്നെയാണ്. ഇവിടെ പിന്നെ 16 വർഷമായി. ഞാൻ 10 വർഷമായി. ഇവിടെ കുറച്ച് പേര് 2 വർഷത്തോളമായി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം മഴ കുറവാണ്. പറയാനുള്ള അടിപൊളി. ആദ്യമായിട്ടാണ് സലാല ജോലിക്ക് വരുന്നത്. പുറത്താദ്യമായിട്ടാണ്. ഫസ്റ്റ് തന്നെ സലാലയാണ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ബാക്കിയുള്ള ദുബായ് കൺട്രീസിലൊക്കെ ചൂടാണെന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി. എന്ന് പറയാം, നാട്ടിൽ നിന്ന് മാറിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. കുറെ ഒരു 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇത്ര ഒരു മഴ കുറഞ്ഞൊരു സീസൺ, ഖരീഫ് സീസൺ ആദ്യമായിട്ടാണ് ഇപ്പോൾ സലാലയിൽ. എന്നാലും കുഴപ്പമില്ല, വിദേശികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. സലാല മൊത്തത്തിൽ കച്ചവടക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള 2 മാസങ്ങളാണ് ജൂലൈ ഓഗസ്റ്റ്. വാദി ഹന്ന ഒളിപ്പിച്ചു വെച്ച മറ്റൊരു അത്ഭുതം ബയോബാം മരങ്ങളാണ്. കാടിന്റെ അമ്മ എന്നറിയപ്പെടുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങൾ ഇവിടെ കാണാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിന്. വാദി ഹന്നയിലെത്തുന്നവർ ഗ്രാവിറ്റി പോയിന്റിന്റെ മാജിക്കും ആസ്വദിച്ചായിരിക്കും മടങ്ങുക. മീഡിയ 1,
സലാല. ഗസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ഇസ്രായേലി ആക്രമണത്തെയും കൊലപാതകങ്ങളെയും ബഹ്റൈൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ അപലപിച്ചു. സത്യം ലോകത്തെ അറിയിക്കാൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും യൂണിയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം നൽകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സൗദിയിലെ ദമാമിൽ വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. എറണാകുളം പെരുമ്പാവൂർ ബംഗോല സ്വദേശി ഷമീറാണ് മരിച്ചത്. കഴിഞ്ഞ മാസമാണ് ദമാം റിയാദ് ഹൈവേയിൽ ട്രെയിലർ ഓടിച്ചുകൊണ്ടിരിക്കെ മസ്തിഷ്കാഘാതം ഉണ്ടായി നിയന്ത്രണം വിട്ട വാഹനം അപകടത്തിൽപ്പെട്ടത്. അബോധാവസ്ഥയിലായ ഷമീറിനെ ദമാമിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ജിദ്ദയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്വദേശി അമീർ ഖാനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ജിദ്ദയിലെ റുവൈസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ബഹ്റൈനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. എറണാകുളം പള്ളുരുത്തി സ്വദേശി സജീർ സൈനുദ്ദീനാണ് മരിച്ചത്. ബഹ്റൈൻ പ്രതിഭയിലെ സജീവ പ്രവർത്തകനായിരുന്നു സജീർ. കലാകാരനും നാടക പ്രവർത്തനവുമായിരുന്നു. വെള്ളിയാഴ്ചയാണ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തണൽ ബഹ്റൈൻ ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഹൃദയപൂർവ്വം എന്ന പേരിൽ ഈ മാസം 15-ന് രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരിക്കും ക്യാമ്പ്. കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബഹ്റൈനിൽ ഈ വർഷം എത്തിയ കപ്പലുകളുടെ എണ്ണത്തിൽ 10% വർധന. ഇത് രാജ്യത്തെ വാണിജ്യം, ഇറക്കുമതി, കയറ്റുമതി, ലോജിസ്റ്റിക്സ് മേഖലകളിൽ നേട്ടത്തിന് കാരണമായി. 428 കപ്പലുകളാണ് ഈ വർഷം ആദ്യ പകുതിയിൽ ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തെത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെത്തിയത് 389 കപ്പലുകളായിരുന്നു. ഈ വർഷം കപ്പലുകളുടെ വരവിൽ 10% വർധനവാണുണ്ടായത്. രാജ്യത്തെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും വർധനമുണ്ടാകാനും ലോജിസ്റ്റിക്സ് സേവനങ്ങൾ വികസിക്കാനും ഇത് കാരണമായി. ഈ വർഷം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ എത്തിയത്. ബഹ്റൈന്റെ പ്രധാനപ്പെട്ട സമുദ്ര ഗതാഗത കേന്ദ്രവും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന ഹബ്ബുമാണ് ഖലീഫ ബിൻ സൽമാൻ തുറമുഖം. അത്യന്താധുനിക സൗകര്യങ്ങളുള്ള തുറമുഖം ഓരോ വർഷവും മികച്ച വളർച്ച കൈവരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്കും തുറമുഖം കൈവരിക്കുന്ന പുരോഗതി ഉണർവ് പകരുന്നു. മീഡിയ 1 ബഹ്റൈൻ. കൊല്ലം പ്രവാസി അസോസിയേഷൻ ചിൽഡ്രൻസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ വിദ്യാർത്ഥികൾക്കായി വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ പരിശീലന സെഷനുകളും വിനോദ പരിപാടികളും നടന്നു. വിനു ക്രിസ്റ്റി, അഞ്ജലി രാജ്, മസീറ നജാൽ എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു. കോർഡിനേറ്റർ ജോസ് മങ്ങാടിന്റെ അധ്യക്ഷതയിൽ കോയിവിള മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നിസാർ കൊല്ലം, പ്രദീപ് പത്തേരി എന്നിവർ സംസാരിച്ചു. ഷാർജ ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരി സോഫിയ മനോജ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. നാലകത്ത് മനോജിന്റെ ഭാര്യയാണ്. മൃതദേഹം പിന്നീട് സ്വദേശമായ ആലുവയിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഷാർജ KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ ബാഫഖി തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. ആഷിം നൂഞ്ഞേരി ഉദ്ഘാടനം ചെയ്തു. ഹംസ തിരുനാവായ അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ ഏറാമല മുഖ്യപ്രഭാഷണം നടത്തി. ഭാഷാ സമര പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച മജീദ് റഹ്മാൻ, കുഞ്ഞിപ്പ എന്നിവരെയും യോഗം അനുസ്മരിച്ചു. മുജീബ് തൃക്കണ്ണാപുരം, സെയ്ദ് മുഹമ്മദ്, TV നസീർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഫൈസി ഊരകം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. OTP ആവശ്യപ്പെട്ട് ലഭിക്കുന്ന സന്ദേശങ്ങളിൽ ജാഗ്രത വേണമെന്ന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇത്തരത്തിൽ വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഒരു കാരണവശാലും OTPയോ പാസ്വേഡോ മറ്റുള്ളവർക്ക് കൈമാറരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സംശയകരമായ രീതിയിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചാൽ മന്ത്രാലയത്തിന് കീഴിലെ കോൾ സെന്ററിൽ വിളിക്കാമെന്നും അധികൃതർ അറിയിച്ചു.